2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല അർഹനായി. ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനും ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ പുരസ്കാര ജേതാവുമാണ് ഇദ്ദേഹം. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമയും അടങ്ങിയതാണ് അവാർഡ്. ഛത്തീസ്ഗഡിലെ രാജനന്ദ് ഗ്രാമത്തില് 1947 ജനുവരി 1-നാണ് അദ്ദേഹത്തിന്റെ ജനനം. ഹിന്ദി സാഹിത്യഭാവുകത്വത്തിന് മാജിക്കൽ റിയലിസത്തിന്റെ പുതിയ മാനം നൽകിയ എഴുത്തുകാരന് ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാസമാഹാരമാണ് ലഗ്ബാഗ് ജയ്ഹിന്ദ്. 1999-ൽ ദീവാർ മേ ഏക് കിഡ്ഗി രഹതി ഹെ എന്ന നോവലിന് ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ നൗക്കർ കി കമീസ് എന്ന നോവൽ 1999-ൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് മണി കൗൾ അതേ പേരിൽ സിനിമയാക്കി. പെൻ അമേരിക്ക അന്താരാഷ്ട്ര സാഹിത്യ മികവിനുള്ള നബോക്കോവ് അവാർഡ് ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ എഴുത്തുകാരനായ ഇദ്ദേഹത്തിന് 2013-ൽ വ്യാസസമ്മാനം നൽകി ആദരിച്ചു. സാമാന്യ മനുഷ്യന്റെ വികാരവിചാരങ്ങളെ സരളമായി തന്റെ കൃതികളില് വരച്ചുകാട്ടിയ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലെയും ഗാഢവും ഗഹനവുമായ യാഥാർത്ഥ്യത്തെ പകർത്താൻ അദ്ദേഹം ഇപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ രചനാശൈലിക്കുള്ള അർഹമായ അംഗീകാരം തന്നെയാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം.